16ാം കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണങ്ങൾ ഔപചാരികമായും അനൗപചാരികമായും ആരംഭിച്ചിരിക്കുകയാണ്. മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലവും മാധ്യമങ്ങളുടെ രാഷ്ട്രീയവും ഒക്കെ പ്രകടമാക്കുന്ന തരത്തിൽ പലതരത്തിലുള്ള സർവേകൾ നടത്തി അതിൻ്റെ ഫലങ്ങൾ അവതരിപ്പിച്ചു തുടങ്ങിയിരിക്കുന്നു. ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മാധ്യമ സർവേ മാതൃഭൂമി കഴിഞ്ഞ 2-3 ദിവസമായി നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ്. 140 മണ്ഡലങ്ങളിലൂടെ അവർ നടത്തിയ സർവേയിൽ MLA-മാരുടെ വ്യക്തിപരമായ കഴിവ്, പ്രാപ്തി, അവർക്ക് ജനങ്ങളോടുള്ള ബന്ധം, അതിലൂടെ ജനങ്ങൾ എത്ര മാർക്ക് നൽകുന്നു എന്നതിനോടൊപ്പം രാഷ്ട്രീയ പാർട്ടികൾക്ക് വിജയസാധ്യത എത്ര എന്നുകൂടി പരിശോധിക്കുന്ന സർവേ പൂർണ്ണമായും പുറത്തു വന്നിട്ടില്ല. എന്നാൽ ഈ സർവേയുടെ തുടക്കത്തിൽ തന്നെ അവർ വളരെ ഗൗരവതരമായ ഒരു സൂചന നൽകിക്കൊണ്ടാണ് കാര്യങ്ങൾ അവതരിപ്പിച്ചത്. ജനങ്ങളുടെ മുന്നിൽ തങ്ങളുടെ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ എന്തിനൊക്കെയാണ് പരിഗണന കൊടുക്കുന്നത് എന്ന് ചോദിച്ചവരിൽ 36% ആളുകൾ വികസനത്തിന് പ്രധാന പരിഗണന കൊടുത്തുകൊണ്ടായിരിക്കും അവരുടെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടവകാശം ഉപയോഗപ്പെടുത്തുക എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനിയും ഭരണമാറ്റം ആഗ്രഹിക്കുന്നവർ, അർത്ഥം വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഭരണമാറ്റം ആഗ്രഹിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ പരിഗണന നൽകുന്നവർ 16.78%, 17% വരുന്നില്ല. തൻ്റെ രാഷ്ട്രീയത്തിന് മാത്രം മുൻഗണന കൊടുക്കുന്നവർ ഏതാണ്ട് 13% വരും. അഴിമതിയെ പ്രധാനമായി കാണുന്നവർ, അർത്ഥം അഴിമതി രഹിതരായ ആളുകൾക്ക് മാത്രമേ ഞങ്ങൾ വോട്ട് ചെയ്യൂ എന്ന് പറയുന്നവർ മൊത്തം വോട്ടർമാരിൽ 10% വരുന്നുണ്ട്. സ്ഥാനാർത്ഥിയുടെ മികവിന് പരിഗണന കൊടുത്തുകൊണ്ട് വോട്ട് ചെയ്യാൻ തയ്യാറാകുന്നവരും ഏകദേശം 10% വരും. വിലക്കയറ്റത്തെ സംബന്ധിച്ച് ഏതാണ്ട് 6% മുൻഗണന കൊടുക്കുന്നു. ശബരിമല വിഷയത്തിൽ മാതൃഭൂമി പറയുന്നു 3.16% ആളുകൾ മാത്രമാണ് ശബരിമലയെ ഒരു പ്രധാന രാഷ്ട്രീയ വിഷയമായി കാണുന്നവർ. തൊഴിലില്ലായ്മ വളരെ ഗൗരവതരമായ ഒരു പ്രശ്നമാണെങ്കിലും തൊഴിലില്ലായ്മയെ പ്രധാന വിഷയമായി പരിഗണിക്കുന്നവർ 2.92%, 3% എത്തുന്നില്ല. ഏറ്റവും ആരോഗ്യകരമായി നമുക്ക് തോന്നുന്ന ഈ സർവേയുടെ ഒരു ഫലം, ജാതി മത പരിഗണനകൾ നിങ്ങൾ വോട്ടർമാർ എങ്ങനെയാണ് മുൻഗണന കൊടുക്കുന്നതെന്ന് പരിശോധിക്കുമ്പോൾ 1% താഴെ ആളുകൾ മാത്രമേ തങ്ങളുടെ സമ്മതനാവകാശം ഉപയോഗിക്കുമ്പോൾ ജാതിക്കും മതത്തിനും പരിഗണന കൊടുക്കുന്നു എന്നുള്ള വളരെ ആരോഗ്യകരമായ ചില സൂചനകൾ ഈ സർവേ നൽകുന്നു. മൊത്തത്തിൽ ഈ സർവേ പരിശോധിക്കുമ്പോൾ മാതൃഭൂമിയുടെ സർവേയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വികസനത്തിന് വളരെ പ്രധാനപ്പെട്ട പരിഗണന 36% ആളുകൾ നൽകുന്നു. അങ്ങനെയെങ്കിൽ നമ്മുടെ സാമാന്യ യുക്തി വെച്ച് പരിശോധിച്ചാൽ കേരള സംസ്ഥാനം ഒട്ടേറെ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോഴും വിവിധ തരത്തിലുള്ള വികസന പദ്ധതികൾ, കിഫ്ബി പോലെയുള്ള ഫോർമാറ്റുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള വിവിധ പദ്ധതികൾ, ഏറ്റവും അവസാനം ചൂരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ട് കേരള സർക്കാർ വീട് നിർമ്മിച്ചു കൊടുത്തതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ, സ്കൂളുകളുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ, ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ, ഇവയ്ക്കൊക്കെ വികസനവുമായി നേരിട്ട് ഒട്ടേറെ അടുത്ത ബന്ധമുണ്ടെന്നിരിക്കെ വികസനത്തിന് 36% ആളുകൾ പരിഗണന കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ സൂചന വളരെ വ്യക്തമാണ്. നോക്കൂ, ഭരണമാറ്റത്തെ പറ്റി പറയുന്നു. ഭരണമാറ്റം ആഗ്രഹിക്കുന്നവർ എന്ന് മാതൃഭൂമി പറയാൻ ശ്രമിച്ചവർ 16.78 എന്ന് പറഞ്ഞാൽ നിലവിലുള്ള ഭരണം തുടരണം എന്ന് ആഗ്രഹിക്കുന്നവർ 83.22 എന്ന് മാതൃഭൂമി പറയാൻ മടിച്ചു നിൽക്കുന്നു. അങ്ങനെ നോക്കൂ, സംസ്ഥാനത്ത് വികസനവുമായി ബന്ധപ്പെട്ട് 100 വോട്ടർമാരിൽ 36 വോട്ടർമാരും അതിനും പ്രധാന പരിഗണന കൊടുക്കുകയും 100 വോട്ടർമാരിൽ 83.22% ആളുകൾ, ഇല്ലെങ്കിൽ 100-ൽ 83 ആളുകൾ ഇവിടുത്തെ ഭരണമാറ്റം ഉണ്ടാകേണ്ടതില്ല എന്ന് പറയുകയും ചെയ്യുമ്പോൾ 140 മണ്ഡലങ്ങളിലെ ഈ പറയുന്ന സർവേ ഫലം ആർക്ക് അനുകൂലമായി മാറും എന്നതുള്ളതാണ് വളരെ
ഗൗരവതരമായ വിഷയം. ഇവിടെയാണ് മാതൃഭൂമി നടത്തിക്കൊണ്ടിരിക്കുന്ന ഓരോ അസംബ്ലി മണ്ഡലത്തിലെയും ജനസ്പന്ദനം അറിയാൻ തങ്ങൾ നടത്തിയ ശ്രമത്തിന്റെ ഫലങ്ങൾ പുറത്തുവിടുമ്പോൾ തങ്ങൾ തന്നെ തുടക്കത്തിൽ പുറത്തുവിട്ട വികസനത്തെ ആരോഗ്യകരമായി പരിഗണിക്കുന്ന 36% ആളുകൾ ഭരണമാറ്റം വേണ്ടതില്ല എന്നാഗ്രഹിക്കുന്ന 83% ആളുകളുടെ മുൻതൂക്കം ഈ 140 മണ്ഡലങ്ങളിലെ സർവേയിൽ ഉണ്ടായാൽ സ്വാഭാവികമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് മൂന്നാമത്തെ ടേം കൂടി ഭരിക്കാൻ അവസരം കിട്ടും എന്ന് പറയേണ്ടി വരും. എന്നാൽ മാതൃഭൂമി അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തുമോ എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. ഇവിടെയാണ് സർവേകൾ നടത്തുന്ന മാധ്യമങ്ങളുടെ രാഷ്ട്രീയം ജനങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നത്. ഒരേ സമയം മാതൃഭൂമി ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകൾ മനസ്സിലാക്കുമ്പോൾ ഇരു മുന്നണികളും തമ്മിൽ വലിയ വ്യത്യാസമില്ലാതെ മുന്നേറുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഏകപക്ഷീയമായി 83% ആളുകൾ ഭരണ തുടർച്ച ആഗ്രഹിക്കുന്നുവെന്നും 36% ആളുകൾ വികസനത്തെ ഗൗരവതരമായി കാണുന്നു എന്നും മനസ്സിലാക്കുമ്പോൾ മാതൃഭൂമിയുടെ ഫലപ്രഖ്യാപനം സ്വാഭാവികമായി ഇടതുപക്ഷ മുന്നണിക്ക് അനുകൂലമാകാതെ തരമില്ല.